കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറച്ച് ദിവസം മുൻപ് ചെയ്തൊരു വർക്കാണ്. വീട്ടിലെ പണികൾ ചെയ്യാനോ കേക്കിൻ്റെ വർക്ക് ചെയ്യാനോ ഒന്നും ഒരു മൂഡില്ലാതിരുന്ന അവസ്ഥയിൽ ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ ഇത്. ഒരു ഉച്ചയായപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ മൂഡ് തോന്നില്ല, ഒരു 4 മണിയാവണം ഇനി അത് മൂഡ് തോന്നാൻ. അന്നേരമാണ് ചെയ്യാൻ തോന്നുള്ളൂ. ഒരു ഡിസൈൻ ചെയ്യാനൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കസ്റ്റമർ എന്നോട് പറഞ്ഞു ഒന്നും ചെയ്യാതെ വെക്കരുത് കേട്ടോ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ചെറിയതായിട്ട് സിമ്പിളായിട്ടെങ്കിലും എന്തെങ്കിലും ഡിസൈൻ ചെയ്യണം കേട്ടോ. കസ്റ്റമർ വേറെ ആരുമല്ല, എൻ്റെ കെട്ടിയൻ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് സേവ് ചേട്ടന് വേണ്ടിയിട്ട് സേവ് ചേട്ടൻ്റെ 70th ബർത്ത്ഡേ അവർ കൂട്ടുകാരെല്ലാവരും കൊണ്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടി ഉണ്ടാക്കിയൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ എനിക്ക് മൂഡില്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 2 ഫ്ലവറൊക്കെ വെച്ചൊരു ഗോൾഡൻ ഡസ്റ്റ് ഒക്കെ കൊടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കെട്ടിയവൻ പറഞ്ഞു ഗോൾഡൻ ഡസ്റ്റ് ഒക്കെ കൊടുത്ത് നല്ലതായിരിക്കുമെന്ന്. മുല്ലപ്പൂമ്പൊടി ഏറ്റിയെടുക്കും കല്ലിനുമുണ്ടാവും ഒരു സൗരഭം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ക്രീമിൽ കളറാക്കിയിട്ട് പരൽ നൈഫ് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഫ്ലവർ വെച്ചൊരു ഡിസൈൻ കുറച്ച് നാൾ മുമ്പ് കണ്ടതായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ സിമ്പിളാണല്ലോ, അത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ഫ്ലവർ വീഡിയോ കാണുമ്പോൾ കുറച്ച് വലിപ്പം തോന്നുമെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അത്ര വലിപ്പമൊന്നും ഇല്ല കേട്ടോ. സൈഡിൽ വെച്ചിരിക്കുന്ന ഫ്ലവർ വൈറ്റ് ആയിരുന്നു, അതിന് ഞാൻ ഈ സെയിം കളറാക്കി എടുത്തതാണ്. പിന്നെ 70th ഹാപ്പി ബർത്ത്ഡേ സേവി ചേട്ടാ എന്ന് വെച്ചു. ഞാൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല, സേവി ചേട്ടൻ എന്നാണ് എഴുതാനിരുന്നത്, പക്ഷേ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.